പ്രിയപ്പെട്ടവരെ നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു ചരിത്രപരമായ കാര്യം. കേരള ചരിത്രത്തെ ഗൗരവമായി സ്വാധീനിച്ചാൽ കൊള്ളാമെന്ന് കരുതുന്നത്. അതിന് സ്വാധീനിക്കുമെന്ന് ഉറപ്പൊന്നുമില്ല. നിങ്ങളെപ്പോലുള്ളവർ കേൾക്കുന്നവർക്ക് എന്ത് തോന്നും എന്നുള്ളതിൽ നിന്നാണ് ഇതിൻ്റെ പലതിൻ്റെയും ഈ പറഞ്ഞ ഉൽപ്പത്തി. അത് സംഭവിച്ചാൽ കൊള്ളാം, സംഭവിച്ചില്ലെങ്കിലും അതങ്ങനെ പോകട്ടെ എന്ന് വിചാരിക്കാം. എന്തായാലും തമ്പനയിൽ കണ്ടവർക്കറിയാം കിഷ്കിന്ധ കേരളത്തിൽ. പെട്ടെന്ന് പറയുകയാണ്, ഞാനിത് വിഷയം നീട്ടുകയില്ല, കാരണം നമ്മുടെ ഒരു മാനസികാവസ്ഥ അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലല്ല നിൽക്കുന്നത്. ഇത് കേരളത്തിൻ്റെ ഭൂമികയിൽ, ഇന്ന് കാണുന്ന കേരളത്തിൻ്റെ ഭൂമികയിൽ ആയിരുന്നു കിഷ്കിന്ധ. നമ്മുടെ പ്രദേശത്ത് ഈ ശബരിമലയുടെ പ്രാന്തങ്ങളിൽ, നീലിമല ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ ഭഗവാൻ ശ്രീരാമേന്ദ്രൻ ഒരു ചൈത്രത്തിൽ വന്ന് ഒരു കാർത്തിക വരെ താമസിച്ചിട്ടുണ്ടായിരുന്നു. ചാതുർമാസ്യം കഴിച്ചിട്ടുണ്ടായിരുന്നു. ഭഗവാൻ ഹനുമാൻ സ്വാമിയെ ശ്രീരാമേന്ദ്രൻ കണ്ടുമുട്ടുന്നത് ഇവിടെ വെച്ചാണ്, പമ്പാ തീരത്ത് വെച്ചാണ്. ആ വാനരവംശം കൃത്യമായ ഒരു ഗിരിഗുഹ എന്ന് പറയുന്നത് ഒരു മലയിടുക്കിൽ അവരുടെ ഒരു ദേശമുണ്ടായിരുന്നു. കിഷ്കിന്ധ മലയിടുക്കിൽ എന്ന് പറയാം, മലമുകളിലും ആകാം. പക്ഷെ താരതമ്യേന ഒരു ഗ്രന്ഥം പറയുന്നതാണ് മലയിടുക്കാണ്. ഞാൻ വാൽമീകിയാണ് ഉപജീവിച്ചിരിക്കുന്നത്. അതിൻ്റെ വ്യാഖ്യാതാക്കളും കമ്പരാമായണത്തിൻ്റെ സ്വാധീനം ഇതിന്മേലുണ്ടാവും. പറഞ്ഞ പോലെ മാധവയോഗിയുടെ അമൃതകാടക വ്യാഖ്യാനത്തിൻ്റെ സ്വാധീനം എൻ്റെ അടുത്തുണ്ട്. ബറോഡയിലെ ഓറിയൻ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന് 60കളിലെ ക്രിട്ടിക്കൽ എഡിഷൻസിൻ്റെ സ്വാധീനം അതിൻ്റെ അടുത്തുണ്ട്. അവരെല്ലാം ഉപജീവിച്ചിട്ടാണ് ഇത് നമ്മളത്. എനിക്കൊരു അക്ഷയപമ്പ മിഷൻ എന്നൊരു നദീപഠന സംവിധാനം ഇവിടെ. ഞാൻ ആ പമ്പയുടെ തീരത്തുള്ള ആളാണ്. എൻ്റെ പ്രിയപ്പെട്ട അമലപമ്പ അമ്മ ആ പഠനകാലത്ത്, നദീപഠനകാലത്ത് നദിയുടെ തീരങ്ങളിൽ ധാരാളമായി യാത്ര ചെയ്യുകയും രേഖപ്പെടുത്തുകയും ചെയ്യുന്ന കാലത്ത് സമാന്തരമായ വാൽമീകി രാമായണം ദീർഘമായി വായിക്കുന്നവർ ഇന്നും വായിക്കുന്ന ആൾ, വെറുതെ പണ്ഡിതനല്ല, വെറുതെ വായിക്കുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ ഇത് തമ്മിലെവിടെയോ ഈ പ്രകൃതി, വാൽമീകി രാമായണത്തിലും അരണ്യകാണ്ഡത്തിലും കിഷ്കിന്ധ കാണ്ഡത്തിലും പറയുന്ന ഈ പ്രകൃതി ഇതല്ലേ എന്നൊരു തോന്നൽ, ഇതാണല്ലോ തോന്നൽ, ഇത് രണ്ടും ആദ്യം ഇതല്ലേ എന്നൊരു തോന്നൽ, പിന്നെ ഇത് വായിച്ചും ഇത് ഞാൻ അലയുന്ന സ്ഥലം തന്നെയാണല്ലോ ഈ പറഞ്ഞത്. ഈ വനസ്പതി മറ്റു പ്രദേശങ്ങളിൽ ഇത്ര വ്യാപകമായി ഇല്ലല്ലോ, ഇത്ര വിസ്തൃതമായി വാൽമീകി മറ്റൊരു സ്ഥലത്തെ വർണ്ണിച്ചിട്ടുമില്ലല്ലോ. ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് വാൽമീകി ഏറ്റവും കൂടുതൽ വർണ്ണിച്ചിരിക്കുന്നത്, ഒരു പ്രദേശത്തെ വർണ്ണിച്ചിരിക്കുന്നത്, ഒരു തടത്തെ വർണ്ണിച്ചിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ഇതുവരെ കണ്ടതിൽ. അത് സമ്പൂർണ്ണമാണെന്ന് ഞാൻ പറയുന്നില്ല. വളരെ വിസ്തൃതമായ ശ്ലോകസംഖ്യയുണ്ട് വാൽമീകി അരണ്യകാണ്ഡവും കിഷ്കിന്ധകാണ്ഡവുമായിട്ട്. ഒപ്പം തന്നെ പ്രസ്രവണം എന്ന് പറയുന്നത് രാമൻ കുടിപ്പാർത്ത് ഇതിന് തൊട്ടടുത്തുള്ള പൊന്നമ്പലമേടാകാം, അതല്ല ഇനി നീലിമലയുടെ ഒരു ശിഖരം തന്നെയാകാം. എന്തായാലും കിഷ്കിന്ധ എന്ന ജനപദത്തിൽ അദ്ദേഹം താമസിച്ചിരുന്നില്ല. അത് ഈ വനവാസത്തിന് ഇറങ്ങുമ്പോൾ പ്രതിജ്ഞ അതായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് പ്രസ്രവണം എന്നുള്ള അപൂർവമല്ല. അവിടെ ഇപ്പോഴും തമിഴ് ഐതിഹ്യപ്രകാരം അവിടെ രാമൻ്റെയും സീതയുടെയും കുളമുണ്ട്. അതിപ്പോൾ ഞാൻ പൊന്നമ്പലമേടിൻ്റെ മുകളിൽ 2 കുളങ്ങളുണ്ട്, രാമ-സീത കുളം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അതാവാം. ഇവിടെയാണ് തരത്തിൽ ആ പ്രസ്രവണം അതുപോലെ വിവരിച്ചിട്ടുണ്ട്. അത്രമേൽ വാൽമീകി പ്രസ്രവണത്തിൻ്റെ ഭംഗിയും വിവരിച്ചിട്ടുണ്ട്. ഇതെല്ലാം തൊട്ടടുത്ത്, ഇതെല്ലാം പഴയ ഇതിൽ സഹ്യാദ്രി നീലഗിരി കൊണ്ട് തീരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് താമ്രവർണ്ണി വരെ കന്യാകുമാരി വരെ കിടക്കുന്ന മലയപർവ്വതമാണ്. അയ്യപ്പസ്വാമിയെ മലയപർവ്വതവാസി എന്ന അയ്യപ്പസ്വാമിയുടെ സഹസ്രനാമത്തിൽ വിളിച്ചിട്ടുണ്ട്. വാസഭൂവേ മലയാചല വാസഭൂവേ നമ എന്ന അദ്ദേഹത്തിൻ്റെ സഹസ്രനാമത്തിൽ വിളിക്കുന്നുണ്ട്. അപ്പോൾ മലയപർവ്വതം, ഋഷ്യമൂകാചലം, മതംഗവനം, ശബരിയാശ്രമം, പമ്പാസരസ്, പമ്പാ നദി, പ്രസ്രവണം, ഇതെല്ലാം നമുക്ക് തലയ്ക്ക് മുകളിലായിരുന്നു. അത് ഗ്രന്ഥം അതാണ് പറയുന്നത്. പക്ഷേ ഇപ്പോഴത്തെ എൻ്റെ പ്രശ്നം, ഞാൻ 2015, 16, 17 ഇത് പഠിക്കുകയും എഴുതുകയും നമുക്കിങ്ങനെ തോന്നിച്ച് ചെയ്യുകയും ലഘുവായി അവതരിപ്പിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം, നമ്മുടെ ഉള്ളിലെ ഹംപി ഒരു ഹിന്ദു സാമ്രാട്ടുകൾ, നമ്മളതുപോലെ ബഹുമാനിക്കുന്ന തെക്കേ ഇന്ത്യയിലെ ഇത്ര മഹത്തായ ഹിന്ദു സാമ്രാട്ടുകൾ അവരവിടെ സ്ഥാപിച്ചിരുന്നു. പുലികേശി തൊട്ട് രാഷ്ട്രകൂടർ തൊട്ട്, അല്ലെങ്കിൽ ഹരിഹരനെയും ബുക്കനെയും തൊട്ട് കൃഷ്ണദേവരായർ, വിദ്യാരണ്യർ, സായണർ, എങ്ങനെ പുരന്ദരദാസർ, ഹരിദാസന്മാർ എല്ലാവരും ഓർക്കുമ്പോൾ നമുക്കത് എതിർക്കാനും വയ്യ. ഇതിനെക്കാട്ടിൽ മെച്ചപ്പെട്ട സാധ്യത ഇതല്ലേ എന്ന് നമ്മൾ ചോദിക്കാൻ ആഗ്രഹിച്ചുവെങ്കിലും പറഞ്ഞുവെങ്കിലും ദീർഘകാലം നമ്മൾ മാറ്റിവെച്ചു. ഒരു 11 വർഷത്തെ പഴക്കം എന്നെ സംബന്ധിച്ച് ഈ വിഷയത്തിലുണ്ട്. പക്ഷേ ഇനിയും അത് പറയാമെന്ന് വെച്ചു. നോക്കാം. രാമായണ സർക്യൂട്ടുകളുടെ വലിയ വികാസം നടന്നുകൊണ്ടിരിക്കുക. ഇതിനൊക്കെ പുറത്തുള്ള പല സ്ഥലത്തും രാമായണ സർക്യൂട്ടിൻ്റെ വികാസം നടക്കുന്നു. പക്ഷേ ഭദ്രാചലം പോലുള്ള സ്ഥലങ്ങളിൽ എന്തായാലും അദ്ദേഹം ജനസ്ഥാനം കടന്നു വരുന്ന സഖ്യനിലേക്ക് കടന്നിട്ട് അദ്ദേഹം സഖ്യനിലൂടെ തന്നെ യാത്ര തിരിക്കാനാണ് സാധ്യതയെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ക്രൗഞ്ചഗിരി എന്ന് പറയുന്ന ഒരു അതിമഹത്തായ ഒരു മല പമ്പാസരസിന് മുമ്പായിട്ട് അദ്ദേഹം കടക്കുന്നുണ്ട്. അത് ചിലപ്പം വയനാടാവാം. അതായിരിക്കാം വയനാട്ടിൽ ഇത്രയും അവശേഷിപ്പുകൾ
ഫോക്കിൽ വന്ന് അവിടുത്തെ അടിയ രാമായണത്തിലും ചെട്ടി രാമായണത്തിലും ഉൾപ്പെടെ അങ്ങനെ പ്രാദേശികമായ 2 രാമായണങ്ങൾ നിലനിൽക്കുന്ന സ്ഥലമാണ്. ചെട്ടി രാമായണം താരതമ്യേന പുതുതാണ്. എന്തായാലും ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇത് ഒരു വലിയ പ്രബന്ധമായിട്ടൊരു പ്രമേയമായ ഒരു പരാതിയായി, പ്രമേയമെന്നല്ല ഒരു പരാതിയായി ഭാരതത്തിൽ ആരുടെയൊക്കെ മുമ്പിൽ എത്തിക്കാമോ ഭാരതത്തിൽ പരമമായി എത്തിക്കേണ്ട എല്ലാ സ്ഥലത്തും ഭാഗ്യവശാൽ എത്തിച്ചിട്ടുണ്ട്. ഒരു 5-6 സ്ഥലങ്ങളിൽ എത്തിച്ചിട്ടുണ്ട്. ആ പ്രമേയം, പരാതി, പ്രബന്ധം, നിബന്ധം ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അത് പറയാൻ മാത്രമാണ് വീഡിയോ. അത് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അതിന് ഇംഗ്ലീഷാണ്. മലയാളം ആവശ്യപ്പെട്ടാൽ, ആർക്കെങ്കിലും അതിന് താല്പര്യമുണ്ട്, ആവശ്യപ്പെട്ടാൽ മലയാളം ഞാൻ അയച്ചു തരാം. അതെല്ലാം കൂടെ അവിടെ അറ്റാച്ച് ചെയ്യാനുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്. അത് പറയാനാണ് ഇത് വന്നത്. ഇത് അങ്ങനെ ഒരു അർത്ഥത്തിൽ ഇത് ഒരു ASIയോട് നമ്മൾ ഒരു അന്വേഷണത്തിൻ്റെ ആവശ്യം, നിലയ്ക്കലിൻ്റെ ഒരു പര്യവേഷണത്തിൻ്റെ ആവശ്യമൊക്കെ നമ്മൾ ഇതിൻ്റെ അകത്ത് ഒത്തിരി അഡ്വാൻസ്മെൻറ്റ്സ് വേറെ വരും. താല്പര്യം എന്തായാലും അത് പ്രോസസ്സിങ്ങിലാണ്. അതുകൂടെ ഞാൻ പറയാം. അതിനെ സംബന്ധിച്ച് അതിൻ്റെ ഒരു കൃത്യമായ 2 ഉദ്യോഗസ്ഥരിലേക്ക് പ്രത്യേകിച്ച് അതിന് ഉദ്യോഗസ്ഥന്മാരെ ഡെപ്യൂട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതൊക്കെ അതിൻ്റെ പ്രോസസ്സാണ്. അതുകൊണ്ട് ഒരു നടപടി ഉണ്ടാകുമെന്ന് ഞാൻ പറയുന്നത്. എസ്റ്റാബ്ലിഷ്ഡ് ആയ ഒരു ഹംപി അവിടെ നിൽക്കുന്നുണ്ട്. അതിനെ തിരുത്താനല്ല ഞാൻ. ഇതിലും മെച്ചപ്പെട്ട ശരിയതല്ലേ, ഗ്രന്ഥമാണ് പറയുന്നതെങ്കിൽ ഗ്രന്ഥം ഇതാണ് പറയുന്നത്. അവിടെയും പമ്പ ഒരു പതിയുടെ കഥയുണ്ടെന്ന് എനിക്കറിയാം. ഹംപി എന്നുള്ള വാക്ക് പമ്പയിൽ നിന്നാണ് വന്നതെന്നറിയാം. കാരണം 11 വർഷത്തെയെങ്കിലും നദീപഠനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പശ്ചാത്തലം ഇതിനോടനുബന്ധമായിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. ഞാൻ പ്രാദേശികവാദിയല്ല, ഒരു പണവടയ്ക്ക് പ്രാദേശികവാദിയല്ല, ഞാൻ ദേശീയവാദിയാണ്. എങ്കിലും ഈ പ്രദേശത്തെയും ഒരു ദേശീയോദ്ഗ്രഥനത്തിൻ്റെ പദ്ധതിയായിട്ടൂടെ ഇതിനെ മാറാം. കേരളവും വലിയ രാമഭൂമികയിൽ പെടുന്നതാണ്, രാമായണ ഭൂമികയിൽ പെടുന്നതാണ്. അത് രാമായണ സർക്യൂട്ടിൽ ഇതിനെയും പെടുത്തണം. ഇവിടുത്തെ പ്രാചീന അവശിഷ്ടങ്ങൾ പഠിച്ച് രേഖപ്പെടുത്തണം. അവിടേക്കും സമ്പൂർണ്ണ എക്സ്കവേഷൻസ് ഉണ്ടാവണം. ഗവൺമെൻറ് അതിന് തയ്യാറാകട്ടെ. സന്തോഷം. എല്ലാവർക്കും നന്ദി. ഇത് കേട്ടവർക്ക് ശ്യാമഭഗവാന്റെ പേരിൽ, ഹനുമാൻ സ്വാമിയുടെ പേരിൽ, പമ്പയുടെ പേരിൽ, ഞാൻ മറ്റു പലരെയും ചേർത്ത് ഇത് പറയണമെന്ന് ആഗ്രഹിച്ച പലരെയും ശ്രമിച്ചതാണ്. ഞാൻ ഏകാന്തന ഒരാളാരും വന്നില്ല. അതുകൊണ്ട് പറയുകയാണ്, അമ്മ ഞാൻ നിത്യേന പമ്പ മാതാവിനെ കണ്ട് പ്രാർത്ഥിക്കുന്ന ആളാണ്. പമ്പയോട് അനുജ്ഞ വാങ്ങി ചെയ്യുകയാണിത്. അതെല്ലാം അമ്മയുടെ അനുഗ്രഹം. പമ്പയുടെ, അമല പമ്പയുടെ, വിമല പമ്പയുടെ, അവിരള പമ്പയുടെ, അഭംഗുര പമ്പയുടെ, അഖണ്ഡ പമ്പയുടെ ജലനാഭിൽ ഇതിനെ സമർപ്പിക്കുന്നു. സന്തോഷം.